അവൻ സ്വന്തം എല്ലാവരും എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവൻ വാക്യപ്രതിവാക്യമായി ഈ സങ്കീർത്തനം അവൻ ധ്യാനിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. In vain they worship out, heaping up wealth, without knowing whose will finally be. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. Save me from all my transgressions, do not make me the scorn of fools. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും അവൻ ഒരു ശ്വാസമത്രേ ആകുന്നു. Do not be deaf to my weeping. I go with you as a foreigner, a stranger as all my ancestors were. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെയാകുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. നമ്മുടെ വിശുദ്ധകരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദിവസം താൻ നമുക്ക് ഇരിക്കാമല്ലോ. അവൻ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്ന് വളരെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു സങ്കീർത്തനം. പാട്ടുകാരൻ പറയുകയാണ്, ചില തീരുമാനങ്ങൾ ദിവസം എടുക്കുന്നു. അവൻ ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കും, എന്റെ സംസാരത്തെ ഞാൻ ലിമിറ്റ് ചെയ്യും എന്ന് പറയുന്നു. അവൻ അങ്ങനെ മിണ്ടാതെ ഉരിയാടെ അത് ഇരുന്നപ്പോൾ, അവൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നപ്പോൾ സങ്കടം പൊങ്ങി വന്നു. ഹൃദയത്തിൽ സങ്കടം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധി ഇരിക്കുമ്പോൾ, മൗനമായിരുന്ന ദൈവവഴികളെ ധ്യാനിക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. നമുക്കൊരു നുറുക്കത്തിന്റെ അവസ്ഥ നാഥൻ നമുക്ക് നൽകാനിടയായി തീരും. അപ്പോൾ ആ നുറുക്കത്തിന്റെ അവസ്ഥ വന്നപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ ആ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തു? അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ധ്യാനിപ്പാൻ അല്പം സമയമെടുത്ത സങ്കടം പൊങ്ങി വരുമ്പോൾ അവന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. അവൻ ധ്യാനിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തികളെ ധ്യാനിക്കുമ്പോൾ ധ്യാനത്തികൾ തീയ കത്താനിടയായി. ഒരു ആത്മചൈതന്യം, ദൈവാത്മാവിന്റെ പരിവർത്തനം അവിടെ ഉണ്ടാകാനിടയായി. അന്നേരം അവൻ അധരങ്ങൾ തുറന്ന് അവൻ സംസാരിപ്പാൻ തുടങ്ങി. അവൻ എന്താണ് അവൻ സംസാരിക്കുന്നത്? അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ പറയുന്നു, കർത്താവേ, അവൻ സ്വന്തം ചെയ്യുന്നു. ജീവിതത്തിന്റെ ക്ഷണഭംഗുരത കണ്ട് അവൻ ഫ്രെയിൽറ്റി ഓഫ് ലൈഫ് തിരിച്ചറിഞ്ഞിട്ട് അവൻ ഒറ്റ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ സ്വന്തം ചെയ്യുന്നു, യഹോവേ, എന്റെ അവസാനത്തെയും അവൻ എന്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് എന്നറിയാം. എന്തുകൊണ്ടാ? അവൻ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. അവൻ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എത്ര നാളെ ഭൂമിയിൽ നമുക്കുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളില് അവൻ അതരത്തെ നാം കാവൽ ചെയ്ത് ദൈവത്തിൽ നുറുക്കത്തോടടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാല് ഹൃദയത്തിന് ചൂട് പിടിച്ച് തീ കത്തി അനുഭവത്തിലേക്ക് വരുമ്പോൾ അതരങ്ങൾ തുറക്കുമ്പോൾ ഒന്നാമതായ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, എന്റെ അവൻ സ്വന്തം ചെയ്യുന്നു അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട്, അവൻ സ്വന്തം ഫൂളിഷ് ആയിട്ട് സമയങ്ങൾ വൃഥാവിൽ കളയാതെ എത്രയും പെട്ടെന്ന് അയച്ചവന്റെ വേല തികയ്ക്കാൻ ഒരു കൊതി നമ്മുടെ ഉള്ളില് ഉണ്ടാകും. അവൻ സ്വന്തം അങ്ങനെ അവൻ ആ പ്രാർത്ഥനയില് അവൻ ഒത്തിരി കാര്യം മനസ്സിലായി. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളില് അവൻ ഒത്തിരി കാര്യം മനസ്സിലാക്കി. ഒരു മനുഷ്യന്റെ അവസ്ഥ, അവൻ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വയ്യാതായാൽ, അയ്യം വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും സഹായിക്കാൻ പോലെ എന്ത് ചെയ്യണമെന്നറിയാൻ നമ്മൾ കറങ്ങുന്ന അവസ്ഥ എന്നത് കണ്ടു. ഒരു മനുഷ്യനെ നമ്മൾ കംപ്ലീറ്റ് വലിയ പ്ലാനായിരുന്നു. 3 ദിവസം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കംപ്ലീറ്റ് തകർന്നതായ അവസ്ഥ കടന്നു വരുന്ന കാണാനിടയായി. അവൻ സ്വന്തം ചെയ്യുന്ന മനുഷ്യന്റെ ആയുസ്സും ലക്ഷണ പങ്കുരത
അവന്റെ കഴിവിന്റെ ദണ്ഡനങ്ങളാൽ നീ മനുഷ്യന്റെ അകത്യങ്ങളെ സന്ദർശിക്കുമ്പോൾ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ നീയും ക്ഷയിപ്പിക്കും. സ്വന്തം ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തെ മറന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ സ്വന്തം ചെയ്യുന്ന സംഘടനക്കാരൻ തന്റെ കുറവ് മനസ്സിലായ ജീവിതത്തിന്റെ കുറവുകൾ, അവിശ്വസ്തതകൾ, ദൈവത്തോട് നിവർത്തിക്കാതിരിക്കുന്ന കുറവുകൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവനൊരു പ്രാർത്ഥനയാ, ദൈവമേ ഭോഷന്റെ നിന്നയാക്കി എന്നെ എന്ത് ചെയ്തേ വെക്കരുത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ നടക്കുന്ന വഴികൾ നോക്കിയാൽ ഒരിക്കലും എന്നെ ആദരിക്കാൻ യാതൊരു ന്യായവും എന്റെ പക്കലില്ല. കാരണം ലഭിച്ച നന്മയ്ക്കനുസരിച്ച് ഞാൻ വിശ്വസ്തനായിരുന്നിട്ടില്ല, നാഥനോട് ഞാൻ വിശ്വസ്തത പുലർത്തിയിട്ടില്ല. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞവൻ പറയുക, കർത്താവേ സ്തോത്രം ചെയ്യുന്നു, എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്യണം, എന്നെ വിടുവിക്കണം. സ്തോത്രം ചെയ്യുന്നു. എന്റെ സകല, കാരണം അവൻ നോക്കുമ്പോൾ കാണുന്നത്, സ്വന്തം അതിനെടുത്ത് സംസാരിച്ചു, ആയുസിന്റെ ചുരുക്കത്തെ കുറിച്ച് കാണിച്ചു. അവന്റെ ഇപ്പം ഇത്രയും ഇന്ന് ഇരിക്കുമ്പോൾ ഓർത്തുക, ഇനി ഒരു ദിവസം കൂടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കർത്താവേ, ഒരു ദിവസം കൂടെ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങൾ എത്രയാ, അതിലെല്ലാം കഴിഞ്ഞു പോയോ കർത്താവേ, ഞാൻ ചെയ്യേണ്ട ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് വരുമ്പോൾ സ്വന്തം ചെയ്യുന്നു. അവിടെ നാം ബ്രേക്ക് ആകാനിടയാകും. അന്നേരത്തേക്ക് ദൈവത്തോട് പറയും, സ്വന്തം ചെയ്യുന്നു. അവൻ തിരിച്ചറിയും, മനുഷ്യരൊക്കെ ഇങ്ങനെ നടക്കുന്നു, വെറും നിഴലായി നടക്കുന്നു. എത്ര വലിയ മിടുക്കനാണേലും, എത്ര സക്സസ്ഫുൾ ആണ്, വീമ്പെടുക്കുന്നവനാണേലും, ബൈബിൾ പറയാ അവനൊരു ഷാഡോ പോലെ അവൻ നടക്കുന്നു. സ്വന്തം ചെയ്യുന്നു. അവർ വ്യക്തമായി പരിശ്രമിക്കുന്നു. അവർ ഉണ്ടാക്കുന്ന ആരനുഭവിക്കുന്ന പോലും അവർക്ക് അറിയത്തില്ല. എത്ര സാഡാ മനുഷ്യന്റെ ജീവിതം. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ആരനുഭവിക്കുന്ന പോലും അറിയാൻ കഴിവില്ലാത്ത മനുഷ്യരിത് സ്വന്തം ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം സംഘടനക്കാരൻ മനസ്സിലായി, ഞാൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് വേണ്ടിയോ, പിള്ളേരിൽ നിന്ന് വല്ലതും കിട്ടുമെന്നോ, ഇതിനു വേണ്ടി? അവൻ അവസാനം പറയാ, എന്റെ പ്രത്യാശ ഞാൻ വെക്കുന്നു ദൈവത്തിൽ. ഇന്ന് പകൽക്കാലം ഓർത്തോ, ആരാധനയിൽ നിന്റെ ഹോപ്പ് മറ്റെങ്കിൽ ദൈവത്തിൽ മാത്രം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പഠിക്കാൻ, ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് വളരാൻ. ഒരു വർഷത്തെ ജസ്റ്റ് ഞായറാഴ്ച വന്ന് പോകുന്നതല്ല, കർത്താവ് എനിക്ക് ക്രിസ്തു വാങ്ങുന്ന തലയോട് എന്ത് ചെയ്യണം, എന്ന് പോയ സഭയിൽ അതന്നെ ഗ്രോത്ത് ഫ്രൂട്ട് സ്വന്തം ചെയ്യണം, ഫലം കൊണ്ടുവരണം, ഗ്രോത്ത്. ഗുഡ്നസിനെ കുറിച്ച് പറയും. ഗുഡ്നസ് ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ താങ്കളാസ് അവിടെ പറഞ്ഞത്. എഴുന്നേറ്റ് വരാൻ തോന്നില്ല. കാരണം തന്റെ കുഞ്ഞുങ്ങളെ പോലും അതായത് ഒരു മൂവി പോലും കാണാൻ വിടുമ്പോൾ വെറുതെ മൂവി കാണാൻ പോലും വിടത്തില്ല പാസ്റ്റർ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി തോന്നി. മക്കളൊന്നും മൂവി വേണമെന്ന് നമ്മൾ നോക്കാറ് പോലും ഇല്ല. പുള്ളിക്ക് അൺപ്ലഗ് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ട് സ്വന്തം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളെ പഠിച്ചു, ടീനേജ് ആയപ്പോൾ മക്കളെ നിങ്ങൾ തീരുമാനിക്കും നോക്കിയിട്ട്. കാരണം എന്താ ചോദിച്ചാൽ, ചില മൂവികൾ നമ്മൾ കാണുമ്പോൾ അതിന് പൈസ പോകുന്നുണ്ട്, നമ്മൾ കാണുന്ന ഇത് പ്രിസ്ക്രിപ്ഷൻ അവർക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ കാണുന്ന രസമാണെങ്കിലും അത് പോകുന്ന ദൈവത്തെ ശവിക്കുകയും ദൈവത്തിന്റെ വഴികളെ തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പേ ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിനെ ഗൗരവത്തോടെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ആ മനുഷ്യനത് അത്രയും ചെയ്യുന്നല്ലോ, അത് വലിയൊരു കാര്യമല്ലേ. പലപ്പോഴും നമ്മൾ ചിന്തയില്ലാത്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഒന്നും ചിന്തിക്കാതെ പോയി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ ബുദ്ധിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. കാരണം ഈ ലോകത്തിൽ പിശാചിന്റെ വഴികളെ സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല, അവന് നന്മകൾ കൊടുക്കാൻ വേണ്ടിയല്ല. എന്നാൽ ഈ ദിവസങ്ങളില് ദൈവത്തോട് എടുത്തു വരാം. അപ്പോൾ സ്വന്തം അവിടെ നാം കാണുമ്പോൾ സ്വന്തം ചെയ്യുന്നു, എന്റെ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. അവസാനം പറയാം, എന്റെ ഹോപ്പ് നീ മാത്രം. എന്റെ പ്രവൃത്തി നോക്കിയാൽ എല്ലാ ആനമുട്ടയാ. സ്വന്തം ചെയ്യുന്നു. വായ തുറക്കാതെ സ്വന്തം ഊമനായി ഇരിക്കുമ്പോൾ ദൈവം തന്നെ അങ്ങനെ വരുത്തി. സ്വന്തം ചെയ്യുന്നു. അവിടെ പറയുന്നു, എന്റെ സകല കാണുക ലംഘനങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്ന അവസ്ഥകൾ കാണുകയാണ്. അതുകൊണ്ട് എന്റെ ലംഘനങ്ങളിൽ നിന്നെ വിടുവിക്കണേ, എന്നെ ശത്രുവിന്റെ നിന്നയാക്കി, പോഷന്റെ നിന്നയാക്കി വെക്കരുതേ. വായെ തുറക്കാതെ ഊമനായിരിക്കുന്ന അവസ്ഥ. ദൈവം ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസരം നമ്മളെ ആക്കും. സ്വന്തം അത് ദൈവത്തിന്റെ ഒരു സന്ദർശനം, ഒരു പാതയ. അതെങ്കിൽ നിന്ന് നീക്കണേ. കാരണം സംഘടനക്കാരൻ ഒരു കാര്യം മനസ്സിലായി. സ്വന്തം പ്രത്യാശ ദൈവത്തിൽ നിന്ന് മാത്രമാണ്, ഹോപ്പ് ദൈവത്തിൽ നിന്നേ ഉള്ളൂ. അപ്പോൾ ദൈവം എന്റെ പാപം കണ്ടാൽ ഒരിക്കലും നമ്മെ അനുഗ്രഹിക്കാൻ വഴിയില്ല. അതുകൊണ്ട് അവന് അടുത്ത വഴികൾ പറയുക, കണ്ണീരോടെ കരയുക. യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ 12-ാം വാക്യം ചെവിക്കൊള്ളണമേ. സ്വന്തം ചെയ്യുന്നു. എന്റെ കണ്ണുനീർ കണ്ട് അപ്പോൾ, കാരണം വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. കാരണം ക്ഷമിക്കപ്പെടാൻ സ്വാഭാവികമായി സാധ്യത കുറവാ ദൈവത്തിന്റെ നീതിയുടെ ന്യായവിധി വെച്ച്. സ്വന്തം അത് 11-ാം വാക്യത്തിൽ അവന് മനസ്സിലായി. അകൃത്യം, നമ്മൾ ലംഘനങ്ങൾ കണ്ടു, അകൃത്യങ്ങൾ കണ്ടു, പാപങ്ങൾ. ഈ നിമിത്തം ദൈവം മനുഷ്യനെ വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കും. ആ ശിക്ഷ സ്വന്തം ചെയ്യുന്നു. അവിടെ പറയുന്നു, അകത്യ നിമിത്തം മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലും ചെയ്യും.
ആരോഗ്യമുള്ളവരൊന്നും കൊള്ളരുതാത്തവരെ പോലെ, ഓർമ്മയില്ലാത്തവരെ പുഴു പോലെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥകള് അവൻ കാണുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്തത്, അവൻ ഏത് മനുഷ്യനും ഒരു വിശ്വാസമാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അവന് മനസ്സിലായി, കർത്താവ് എന്റെ പാപത്തിന്മേൽ അവന്റെ കണ്ണു വെച്ചാൽ എനിക്ക് നിലനിൽക്കാൻ യാതൊരു വഴിയും ഇല്ല. അവൻ എന്നെ ദണ്ഡനങ്ങളാൽ ശിക്ഷിപ്പിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയും. അതുകൊണ്ട് കണ്ണീരോട് അവന്റെ കിടക്കയെ നനയ്ക്കുക, കണ്ണീരോട് കരയുക, അപേക്ഷ കേൾക്കണം എന്ന് പറയുക. ഞാൻ അന്യനും പരദേശിയാണെന്നുള്ള സത്യം നാഥന്റെ മുമ്പാകെ അവൻ സമ്മതിക്കുകയാണ്. അവൻ സ്വപ്നം ചെയ്യുന്നു. എന്ന അവസാനം പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പ്, എന്റെ മരണത്തിന് മുമ്പ് എനിക്ക് റിവൈവ് ആകണം, എനിക്ക് ഉന്മേഷം പ്രാപിക്കണം, എനിക്ക് ദൈവസന്നിധിയിൽ വഴികളിൽ ജീവിക്കണം. അതുകൊണ്ട് നാഥ, അവൻ എന്റെ പാപങ്ങളെ കാണാതെ എന്റെ മുഖം മറയ്ക്കണേ, എന്റെ കണ്ണെങ്കിൽ നിന്ന് നീട്ടണേ. അപ്പൊ അവന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഉന്മേഷം പ്രാപിക്കണം, എനിക്ക് റിവൈവ് ഉണ്ടാകണം, എനിക്ക് എന്റെ ദൈവത്തെ സ്തുതിക്കണം. അതാ പ്രത്യേകത. കണ്ണീരോടെ നീ കരഞ്ഞ് പ്രാർത്ഥനയോടെ വിധിക്കുമ്പോൾ അവൻ മീഖായുടെ ലേഖനത്തില് അവൻ സ്വത്രം ചെയ്യുന്നു, മീഖായുടെ പ്രവചനത്തില് അവൻ സ്വത്രം ചെയ്യുന്നു. അതിന്റെ 7:19 ഒന്ന് വായിച്ച്. അവൻ മൈക്ക, അവൻ ചാപ്റ്റർ 7:19. കാരണം വാഗ്ദത്തങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഭക്തന് അവൻ സ്വന്തം ദൈവസന്നിധിയിൽ തന്റെ വചനങ്ങളെ എല്ലാം ഓർപ്പിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവന് ചില കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് കർത്താവേ, നിന്റെ കണ്ണുണ്ട് എന്നെ മേൽ നിന്ന് മാറ്റിയാട്ട്, എന്റെ പാപത്തെ കാണാതെ വേണം, എന്റെ മുഖത്തെ മറച്ചാട്ട്. ഞാൻ ഇവിടെ നിന്ന് പോയി മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് ഉന്മേഷം പ്രാപിച്ച് നിന്റെ വഴികൾ നീ ആഗ്രഹിക്കുമ്പോഴാണ് നടക്കാന് നീ എന്നെ സഹായിക്കണേ. നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു കാര്യം പറയാം, കർത്താവിന്റെ പാപങ്ങളെ കാണാതിരുന്നാല് എന്താ ഗുണം? സ്വതം ചെയ്യുന്നു ദൈവം. അതിനെക്കുറിച്ച് സംഘത്തിൽ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചോ 7:19. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവൻ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ദൈവം തന്റെ നോട്ടം എന്റെ അകൃത്യം കാണാതെ മാറ്റിയാല് അവൻ കരുണ കാണിക്കും എന്നോട്. എന്റെ അകൃത്യത്തെ അവൻ മെതിച്ച് ചവിട്ടിക്കളയും, അവന്റെ കാഴ്ചയാക്കും. അടുത്തത്, അവരുടെ പാപങ്ങളെയൊക്കെ ഇനി സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയും. കണ്ണ് നിന്റെ പാപത്തെ, ഇന്ന് നമ്മളെ കർത്താവ് നോക്കി നമ്മുടെ അകൃത്യങ്ങളെ ദണ്ഡിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ല. അവൻ എനിക്ക് പോകുന്നതിന് മുമ്പ് എന്റെ പ്രത്യാശ നിന്നില്ല, എനിക്ക് പോകുമ്പോൾ എനിക്ക് ഉന്മേഷം പ്രാപിക്കണം, എനിക്ക് റിവൈവ് തിരിച്ചു വരണം. അതുകൊണ്ട് എന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. കാരണം നിന്റെ വചനം പറയുന്നു, അവൻ സ്വപ്നം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ കരുണ കാണിക്കുന്ന ദൈവമാ. വചനം പറയുന്നു, അകൃത്യങ്ങളെ നീ ചവിട്ടിക്കളയുന്ന, മെതിച്ചു കളയുന്ന ദൈവമാ. മാത്രമല്ല എന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തില് അവയെ പിന്നെ ഇനി ഓർക്കുക പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്ന അവസ്ഥയിലാകാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനവാഗ്ദത്തങ്ങളെ കണ്ണീരോടെ മുറുകെ പിടിക്കാം. അവൻ സൽവരിപ്പോളോർത്തണം. കണ്ണീർ കാണുമ്പോൾ മനസ്സറിയുന്ന നാഥന്റെ സ്നേഹം കാണാം. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ദൈവത്തോട് പറയാൻ, കർത്താവേ, നിന്റെ അഗ്നിജ്വാലയ്ക്ക് തുളക്കണ്ണ നോക്കിയാൽ എന്റെ പാപങ്ങളെല്ലാം നഗ്നവും മലർന്നുമായിരിക്കുക. എന്ന് പകൽക്കാലം എന്റെ അകത്യങ്ങളെ കാണാതെ വേണം നിന്റെ കണ്ണുകളെ മാറ്റണം. എന്നാൽ കരുണയോടെ എന്നെ നോക്കണം, എന്നെ എഴുന്നേൽപ്പിക്കണം, എന്നെ ഉന്മേഷം പ്രാപിപ്പാൻ, എന്നെ റിവൈവ് ആക്കാൻ സഹായിക്കണം. ആ കണ്ണീരോട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ നമ്മയും സമർപ്പിക്കാം. അവൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സമയം കളയാതെ സാക്ഷ്യത്തിന്